ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ പുരുഷൻ്റെ ബീജാണുക്കൾ യോനിഭാഗത്ത് ഡിപ്പോസിറ്റ് ചെയ്യപ്പെടും. സെമൻ നമ്മൾ വെളിയിൽ വന്നു കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേകതയുണ്ട്. അത് പെട്ടെന്ന് അത് കട്ടിപിടിക്കും. നമ്മളെടുക്കുമ്പോൾ അതൊരു തൈര് പോലെ ഇരിക്കാം. ഒരു അരമണിക്കൂറിന് ശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ അത് അലിയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഈ അലിയുന്ന പ്രക്രിയ വളരെ പ്രാധാന്യമുള്ളതാണ്. ഈ അലിയുന്ന ഘട്ടത്തിലാണ് നമുക്ക് ഈ പടത്തിൽ കാണുന്നത് പോലെ തന്നെ ബീജാണുക്കൾ ഗർഭപാത്രത്തിൻ്റെ മുഖമായ സെർവിക്സിലേക്ക് കൂടി കടന്നു പോകുന്നത്. അപ്പോൾ സെമൻ്റെ കട്ടി കൂടിക്കഴിഞ്ഞാൽ എന്ത് പറ്റും? ബീജാണുക്കൾക്ക് സ്വാഭാവികമായിട്ട് ഗർഭപാത്രത്തിൻ്റെ മുഖഭാഗത്തുകൂടി കടന്നു പോകാനായിട്ടുള്ള കഴിവ് കുറഞ്ഞു എന്ന് വരാം. ഇപ്പം നമ്മൾ ചിലപ്പോൾ സെമൻ പരിശോധനയിൽ നമ്മൾ കാണാറുണ്ട് സെമൻ നോട്ട് ലിക്വിഫൈഡ് ഈവൻ ആഫ്റ്റർ 1 hour. 1 മണിക്കൂറിന് ശേഷം പോലും സെമൻ്റെ കട്ടി കുറയുന്നില്ല. എന്താണ് ഇതിന് കാരണം? ബീജവാഹിനിക്കുള്ളിന് ചുറ്റും ഗ്രന്ഥികളുണ്ട്. നമുക്ക് ഈ പടത്തിൽ വ്യക്തമായിട്ട് കാണുവാനായിട്ട് കഴിയും. പുരുഷൻ്റെ സെമൻ എന്ന് പറയുന്നതിനകത്ത് നമ്മുടെ വൃഷ്ണത്തിൽ നിന്നുള്ള സ്രവം മാത്രമല്ല, വൃഷ്ണത്തിന് ചുറ്റുമുള്ള മറ്റ് ഗ്രന്ഥികളിൽ നിന്നുമുള്ള സ്രവമുണ്ട്. ഈ ഗ്രന്ഥികളുടെ പ്രവർത്തനം, പ്രത്യേകിച്ച് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ പ്രവർത്തനമാണ് സെമൻ്റെ കട്ടി കുറയ്ക്കുന്നത്. ഈ ഗ്രന്ഥിക്ക് വീക്കം വന്നാൽ എന്ത് പറ്റും? ബീജാണുക്കൾക്ക് സ്വയമായിട്ട് കട്ടി കുറയാനുള്ള കഴിവ് കുറയും. ഗർഭപാത്രത്തിൻ്റെ മുഖഭാഗത്ത് മ്യൂക്കസ് ഉണ്ട്. ഈ ഗർഭപാത്രത്തിൻ്റെ മുഖഭാഗത്തെ സ്രവത്തിൽ കൂടിയാണ് ബീജാണുക്കളകത്തേക്ക് കടക്കുന്നത്. നമ്മൾ വിശിഷ്ട വ്യക്തികളൊക്കെ വരുമ്പോൾ നമ്മളവർക്ക് പരവതാനി വിധിക്കാറുണ്ട്. എന്ന് പറഞ്ഞതുപോലെ തന്നെ അണ്ടോത്പാദന സമയത്ത് ഈ മൂക്കളെ കൂടെയാണ് ബീജാണുക്കളെ യൂട്രസിനുള്ളിലേക്ക് കടക്കുന്നത്. അപ്പം ഈ മ്യൂക്കസാണ് ബീജാണുക്കൾക്ക് പ്രവേശനമൊരുക്കുന്നത്. അവയെ നേരത്തെ വലിയുന്ന സ്വഭാവമാകും അണ്ടോത്പാദന സമയത്ത്. അതിൽ കൂടി സുഗമമായിട്ട് പുരുഷ ബീജാണുക്കൾക്ക് അകത്തേക്ക് കടക്കുവാൻ കഴിയും. അണ്ടോത്പാദന സമയം അല്ലാത്ത സമയത്തോ ഈ സ്രവം വളരെ കട്ടി കൂടും. അങ്ങനെ വരുമ്പോൾ ബീജാണുക്കൾക്ക് അകത്തേക്ക് കടക്കുവാൻ പറ്റുകയില്ല. സെർവിക്സിൽ ധാരാളം ക്രിപ്സ് ഉണ്ട്. ഈ ക്രിപ്സിലാണ് ബീജാണുക്കൾ സുഖമായിട്ട് കഴിയുന്നത്. ഈ യൂട്രസിൻ്റെ മുഖഭാഗത്ത് നമ്മൾ ഓപ്പറേഷൻ ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ രോഗാണുബാധയൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ക്രിപ്സിന് ഡാമേജ് ഉണ്ടാകും. നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് നമ്മൾ തോടിൻ്റെയൊക്കെ അരികത്തിരുന്നാൽ നമ്മൾ പൊത്തുകൾ കാണുന്നത് പോലെ ഈ ക്രിപ്സിലാണ് അവിടെ നമുക്ക് കൊച്ചു മീനുകളിങ്ങനെ ഇരിക്കുന്നത് കാണാം. എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ ബീജാണുക്കൾ ഈ സെർവൈക്കൽ ക്രിപ്സിൽ പറ്റിപ്പിടിച്ച് ആണ് ദിവസങ്ങളോളം കഴിയുന്നത്. നമ്മൾ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കണം. കോടിക്കണക്കിന് ബീജാണുക്കൾ യൂട്രസിൻ്റെ മുഖഭാഗത്ത് നിക്ഷേപിക്കപ്പെടുന്നുണ്ടെങ്കിലും അവയിൽ ഏകദേശം 1% മാത്രമേ യൂട്രസിനുള്ളിൽ കടക്കുവാനായിട്ടുള്ള പെർമിഷൻ കിട്ടുകയുള്ളൂ. വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണത്. നമുക്കറിയാം യോനിമുഖത്ത് അമ്ലരസമാണുള്ളത്. ആ അമ്ലരസം എന്തു ചെയ്യും? ഈ ബീജാണുക്കളെ കുറേ ഡാമേജ് ചെയ്യും. അപ്പോൾ പലപ്പോഴും പേഷ്യൻ്റ് പറയുന്ന ഒരു പ്രശ്നമാണ്, ഡോക്ടറെ ബന്ധപ്പെട്ട് കഴിഞ്ഞ് ധാരാളം സെമൻ വെളിയിൽ പോകാറുണ്ട്, അതുകൊണ്ടാണ് എനിക്ക് പ്രഗ്നൻസി കിട്ടാത്തതെന്ന്. ഈ ധാരണ പാടെ തെറ്റാണ്. ബന്ധപ്പെട്ട് കഴിഞ്ഞ് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ബീജാണുക്കൾക്ക് സ്വയം കഴിവോടെ ബീജവാഹിനിക്കുള്ളിലെത്തുവാനായിട്ട് കഴിയും. അപ്പം ശരിക്കും പറഞ്ഞാൽ ബന്ധപ്പെട്ടതിന് ശേഷം സ്ത്രീകൾ അങ്ങനെ കിടക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ഒരു പ്രായോഗികമായിട്ട് ബന്ധപ്പെട്ടതിന് ശേഷം ഒരു 1/2 മുതൽ 1 മണിക്കൂർ വരെ അവർക്ക് ബെഡിൽ കിടക്കാം. പിന്നീട് അവർക്ക് എഴുന്നേറ്റ് നടക്കാം. കൂടുതൽ നേരം കിടന്നതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. അതുപോലെ തന്നെ രോഗികളൊക്കെ ചോദിക്കാറുണ്ട്, ഡോക്ടറെ ഞങ്ങൾ ലൈംഗിക സമയത്ത് പ്രത്യേക പൊസിഷൻ അഡോപ്റ്റ് ചെയ്യേണ്ടതുണ്ടോ? വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം, ഇതൊക്കെ അബദ്ധധാരണകളാണ്. പ്രത്യേകിച്ച് യാതൊരു പൊസിഷനും നമ്മൾ കീപ്പ് ചെയ്യേണ്ട കാര്യമില്ല. നോർമലായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ബീജാണുക്കൾ യൂട്രസിൻ്റെ മുഖഭാഗത്ത് വീഴും. യോനിമുഖത്ത് വീണാൽ തന്നെ അവ യൂട്രസിൻ്റെ മുഖഭാഗത്തും ട്യൂബിലും അവയുടെ സ്വയം കഴിവുകൊണ്ടാണ് എത്തുന്നത്. പലപ്പോഴും പേഷ്യൻസ് ചോദിക്കുന്ന വേറെ ചോദ്യമുണ്ട്, ഡോക്ടറെ എൻ്റെ യൂട്രസ് തിരിഞ്ഞാണ് ഇരിക്കുന്നത്, അതിന് കറക്ഷൻ ചെയ്തു കഴിഞ്ഞാൽ ശരിയാവുമെന്ന് ചിലർ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഗർഭധാരണം ഉണ്ടാകാത്തത്, അതിനുവേണ്ടി സർജറി ചെയ്യണോ? അതിൻ്റെ യാതൊരു ആവശ്യമില്ല. റിട്രോഫ്ലെക്സ് യൂട്രസ് എന്ന് പറയുന്നത് നോർമൽ ഒരു യൂട്രസ് പൊസിഷൻ തന്നെയാണ്. ചിലരിൽ യൂട്രസിൻ്റെ മുകൾ ഭാഗം കുറച്ച് പുറകോട്ട് ചെരിഞ്ഞിരിക്കും. ഈ റിട്രോവേർട്ടഡ് യൂട്രസ് നമ്മൾ ഈ പടത്തിൽ കാണുന്ന തരത്തിലാണ് യൂട്രസ് ഇരിക്കുന്നത്. അതിനെപ്പറ്റി ധാരാളം സംശയങ്ങൾ രോഗികൾക്കുണ്ട്.
അപ്പോൾ ബീജാണുക്കൾ ഏത് ട്യൂബിനുള്ളിലേക്ക് കടക്കുന്നു എന്നെങ്ങനെയാണ് തീരുമാനിക്കുന്നതെന്ന് രോഗികൾ ചോദിക്കാറുണ്ട്. അതിന് പ്രത്യേക സിഗ്നലുകൾ വല്ലതും ഉണ്ടോ? ഇങ്ങനെയുള്ള പഠനങ്ങൾ ഇന്നും നടക്കുന്നതേ ഉള്ളൂ. ബീജാണുക്കൾ ഈ ട്യൂബിലെത്തുമ്പോൾ ആ ട്യൂബിനുള്ളിൽ ഓൾറെഡി അണ്ഡം ഉണ്ടെങ്കിൽ നമുക്ക് ഈ പടത്തിൽ വ്യക്തമായിട്ട് കാണാം. ഈ ട്യൂബിൽ ഈ ഓവറിയിൽ നിന്ന് അണ്ഡം വിസർജിക്കപ്പെടുന്നു. അണ്ഡത്തെ നമ്മുടെ ആ വിരൽ പോലുള്ള ഫിംബ്രിയ എന്ന ഭാഗം അണ്ഡത്തെ ആവഹിക്കുന്നു. അപ്പോൾ ഈ സ്ത്രീയുടെ അണ്ഡം ഓൾറെഡി ട്യൂബിൽ ഉണ്ടെങ്കിൽ ആ ട്യൂബിലുള്ള അണ്ഡത്തെ ആവും പുരുഷ ബീജാണുക്കൾ അതുമായിട്ടായിരിക്കും ആദ്യം സംയോജനം നടക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അണ്ഡോൽപാദനം നടന്നതിന് ശേഷവും ഗർഭധാരണം സാധ്യമാണ് എന്ന്. അണ്ഡോൽപാദനം നടന്നതിന് ശേഷവും 24 മണിക്കൂറിനുള്ളിൽ ബന്ധപ്പെട്ടാൽ ഈ അണ്ഡം ട്യൂബിനുള്ളിലുണ്ടാവും. ആ ട്യൂബിനുള്ളിലുള്ള അണ്ഡവുമായിട്ട് പുരുഷ ബീജത്തിന് സംയോജിക്കാനാവും. ഈ വിസർജിക്കപ്പെട്ട അണ്ഡത്തിനെയാണ് നമ്മൾ ഓവുലേറ്റഡ് oocyte എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ഒരു oocyteനെയാണ് നമ്മൾ ഈ പടത്തിൽ വ്യക്തമായിട്ട് കാണുന്നത്. ഇതിൻ്റെ വെളിയിലൊരു തരം കോശങ്ങളുണ്ട്. അതിനാണ് നമ്മൾ ഗ്രാനുലോസ സെൽസ് എന്ന് പറയുന്നത്. ഈ സെല്ലുകളാണ് വേണ്ട ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ oocyteന് ഒരു ആവരണമുണ്ട്. അതിനാണ് നമ്മൾ സോണ പെല്ലുസിഡ എന്ന് പറയുന്നത്. ഒരു മുട്ട നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ മുട്ടയ്ക്ക് ഒരു തോടുണ്ട് അല്ലേ? ആ തോടിനുള്ളിൽ ഒരു മെമ്മറൈനുണ്ട് എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ അണ്ഡത്തിന് ഒരു ആവരണമുണ്ട്, സോണ പെല്ലുസിഡ എന്ന് പറയും. അത് പുരുഷ ബീജാണുക്കൾ നോർമലി ബന്ധപ്പെടുമ്പോൾ ഈ സോണ പെല്ലുസിഡ എന്ന തോടിനെ തുളച്ച് കയറുവാനായിട്ട് അവയ്ക്ക് കഴിവുണ്ടാവണം. എന്നാൽ വളരെ ആരോഗ്യമുള്ള ബീജാണുക്കൾ ഉണ്ടെങ്കിൽ മാത്രമേ പ്രത്യേക രാസപ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് അവയ്ക്ക് സോണ പെല്ലുസിഡയെ തുളച്ചു കയറുവാൻ സാധ്യമാകുകയുള്ളൂ. എന്നാൽ ഇന്ന് നമുക്ക് അത്യാധുനിക ചികിത്സ, വന്ധ്യതാ ചികിത്സ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഈ ബീജാണുക്കളെ ഈ പടത്തിൽ കാണുന്നത് പോലെ അണ്ഡത്തിനുള്ളിലേക്ക് നിക്ഷേപിക്കുവാൻ കഴിയും. അതുകൊണ്ടാണ് ഇന്ന് വന്ധ്യതാ ചികിത്സയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ നമുക്ക് കൊണ്ടുവരുവാൻ കഴിഞ്ഞത്. പുരുഷ ബീജാണുക്കൾ സെമനകത്ത് കാണാത്ത ഒരാളിൽ ഈ ടെസ്റ്റീസിൽ ബീജാണുക്കളുണ്ടെങ്കിൽ നമുക്ക് അവിടുന്ന് മൈക്രോസ്കോപ്പിൻ്റെ സഹായത്തോടെ നമുക്ക് അവിടുന്ന് ബീജാണുക്കൾ ലഭിക്കും. ഈ ബീജാണുക്കളെ നമുക്ക് ഈ തോട് പൊട്ടിച്ച് അകത്തുള്ളിലേക്ക് കടത്തുവാനായിട്ട് കഴിയും. കാരണം ടെസ്റ്റീസിലുള്ള ബീജാണുക്കൾക്ക് സ്വയമായിട്ട് ചലനശേഷിയില്ല. അവയ്ക്ക് അണ്ഡത്തെ തുളച്ചു കയറുവാൻ കഴിയുകയില്ല. എന്നാൽ നമ്മൾ ഈ ബീജാണുക്കളെ നമുക്ക് തോടിനുള്ളിലേക്ക് കടത്തുവാൻ കഴിയും എന്നുള്ളത് കൊണ്ടാണ് ഇന്ന് അവയ്ക്ക് സംയോജനം സാധ്യമാകുന്നത്. നോർമലായിട്ട് പുരുഷ ബീജാണുക്കൾ അണ്ഡത്തെ തുളച്ച് കയറണമെന്നുണ്ടെങ്കിൽ അവ നല്ല ആരോഗ്യമുള്ളതാണെങ്കിൽ മാത്രമേ അണ്ഡവും ബീജവും തമ്മിൽ സംയോജിക്കുമ്പോൾ നടക്കുന്ന രാസപ്രവർത്തനങ്ങൾ ശരിയായ രീതിയിൽ നടക്കുകയും അവയ്ക്ക് അണ്ഡത്തിനുള്ളിലേക്ക് കടക്കുവാനും കഴിയുകയുള്ളൂ. ഈ oocyteന് ചുറ്റും ഒരു ആവരണമുണ്ട്, ക്യുമുലസ് എന്ന് പറയുന്നത്. അപ്പം ഈ ആവരണം സെപ്പറേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ ബീജാണുക്കൾ അകത്തേക്ക് കടക്കാനും കഴിയുള്ളൂ. അപ്പോൾ ആരോഗ്യമുള്ള ബീജം ചെല്ലുമ്പോഴോ അത് ലിബറേറ്റ് ചെയ്യുന്ന സ്രവങ്ങളുടെ സഹായത്തോടെ ഈ ഗ്രാനുലോസ സെല്ലുകൾ നശിച്ചു പോകും. അങ്ങനെ വരുമ്പോൾ ബീജാണുക്കൾക്ക് അകത്തേക്ക് ആ അണ്ഡത്തിനുള്ളിലേക്ക് കടക്കുവാനായിട്ട് കഴിയും. അപ്പം ഈ അണ്ഡത്തിന് ചുറ്റും കോടിക്കണക്കിന് ബീജാണുക്കളുണ്ട്. അവ അവിടെ എത്തിക്കഴിഞ്ഞാൽ 1 അല്ലെങ്കിൽ 4 മണിക്കൂറിനുള്ളിൽ തന്നെ ഒരു ബീജത്തിന് അണ്ഡത്തെ തുളച്ച് കയറാൻ കഴിയും. ബാക്കിയുള്ള പുരുഷ ബീജാണുക്കളെല്ലാം നിരാശരായിട്ട് നിൽക്കാനേ പറ്റുകയുള്ളൂ. അവിടെ അണ്ഡവും ബീജവും തമ്മിൽ സംയോജിച്ചു കഴിഞ്ഞാൽ പിന്നീടുണ്ടാകുന്ന രാസപ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് ഒരു പുരുഷ ബീജാണുവിനും അണ്ഡത്തിനുള്ളിലേക്ക് കടക്കുവാൻ കഴിയുകയില്ല. പുരുഷ ബീജാണുക്കൾ അണ്ഡത്തിനുള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ അവിടെ സംയോജനം നടക്കുകയാണ് ചെയ്യുന്നത്. അവയുടെ സംയോജന ഫലമായിട്ടുണ്ടാകുന്ന കോശങ്ങളെയാണ് നമ്മൾ പ്രോന്യൂക്ലിയസ് എന്ന് പറയുന്നത്. ഒരു പ്രോന്യൂക്ലിയായി പുരുഷൻ്റെ ബീജത്തിൽ നിന്നും ഒരു പ്രോന്യൂക്ലിയായി സ്ത്രീയുടെ അണ്ഡത്തിൽ നിന്നുമാണ് ഉണ്ടാകുന്നത്. പിന്നീട് പുരുഷ ബീജവുമായിട്ട് സംയോജിച്ച അണ്ഡം പിന്നീട് വിഭജിക്കും. ഈ ഘട്ടത്തിലാണ് നമ്മൾ അതിനെ എംബ്രിയോ എന്ന് പറയുന്നത്. അതാദ്യം 2 പിന്നീട് അത് 4 ഈ പടത്തിൽ കാണുന്നത് പോലെ ഭ്രൂണം വിഭജിക്കാൻ തുടങ്ങും. അവ 16 സെല്ലുകളാവും, 32 സെല്ലുകളാവും. പിന്നീടാണ് ഈ ഭ്രൂണം യൂട്രസിനുള്ളിലേക്ക് കടന്ന് അവയ്ക്ക് വളരുവാനുള്ളൊരു സ്ഥലം തേടുന്നത്. ഈ അറിവ് എന്താണ്? ഇത്രയൊക്കെ ഒരു കാര്യങ്ങൾ സാധാരണക്കാർ അറിയേണ്ട കാര്യമുണ്ട്. ആരോഗ്യമുള്ള അണ്ഡം ആണെങ്കിൽ മാത്രമേ ഈ രീതിയിലുള്ള സംയോജനം നടക്കുകയുള്ളൂ. അപ്പോൾ അണ്ഡത്തെയും പുരുഷ ബീജത്തെയും തമ്മിൽ വെളിയിൽ നമ്മൾ സംയോജിപ്പിക്കുമ്പോൾ നമുക്ക് ഈ ഡിവിഷൻ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ശരിയായ സമയത്ത് ശരിയായ വിഭജനം നടന്നുവെങ്കിൽ മാത്രമേ അവ ആരോഗ്യമുള്ള ഭ്രൂണമാകുകയുള്ളൂ. അപ്പോൾ ഒരാൾക്ക്
നമ്മൾ ആ ശരിയായിട്ടുള്ള വിഭജനം നടക്കേണ്ട സമയത്ത് വിഭജനം നടന്നില്ലെങ്കിൽ അവ ആരോഗ്യമുള്ള ഭ്രൂണമാകുകയില്ല. അവയെ നമ്മൾ യൂട്രസിനുള്ളിൽ കടത്തി കഴിഞ്ഞാൽ അതിന് ചിലപ്പോൾ വൈകല്യമുള്ള അല്ലെങ്കിൽ അബോർഷനുള്ള ചാൻസുകളൊക്കെ കൂടും. അപ്പോൾ ഈ വിഭജനത്തെപ്പറ്റി പഠിക്കുന്നത് വഴി നമുക്ക് ഭ്രൂണത്തിൻ്റെ നിലവാരത്തെപ്പറ്റി പഠിക്കാം എന്നുള്ളതാണ് ഒരു പ്രസക്തി. തുടരെ അബോർഷൻ ഉണ്ടാകുന്നവരിൽ നമ്മൾ ഇതുപോലെ തന്നെ അണ്ടവും ബീജവും തമ്മിൽ വെളിയിലെടുത്ത് സംയോജിപ്പിച്ച് യൂട്രസിനുള്ളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുമ്പ് ആരോഗ്യമുള്ള ഭ്രൂണമാണോ, ഈ വിഭജനം ശരിയായ രീതിയിലാണോ നടക്കുന്നത്, നമ്മൾ ഈ പടത്തിൽ കാണുന്ന പോലെയുള്ള ബ്ലാസ്റ്റോമിയറുടെയൊക്കെ വലിപ്പം ഒരുപോലെയാണോ, അവയുടെ അപ്പിയറൻസ് എങ്ങനെയാണ്, അവിടെ തരിതരി പോലെയുള്ള ഭാഗങ്ങൾ കാണുന്നുണ്ടോ, ഇവയൊക്കെ നമുക്ക് ആരോഗ്യമുള്ള ഭ്രൂണം ആണോ അല്ലയോ എന്ന് വേർതിരിച്ചറിയുവാൻ നമ്മളെ സഹായിക്കും. അപ്പം നമ്മൾ മനസ്സിലാക്കണം, ഈ വിഭജിച്ച ഭ്രൂണം പിന്നീട് തേടുകയാണ് വളരുവാനൊരു സ്ഥലത്തിന് വേണ്ടി. അതിനത് വീണ്ടും എന്ത് ചെയ്യും, ട്യൂബിനുള്ളിൽ അതിന് വളരുവാൻ സാധിക്കുകയില്ല. കാര്യം ട്യൂബിന് അതിനെ ഒരു ഘട്ടം വരെ ഹോൾഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പിന്നീട് അത് യൂട്രസിനുള്ളിലേക്ക് ചെന്ന് വേണം വളരുവാൻ. ഈ പ്രോസസ്സാണ് ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത്. ഇത് വളരെ സങ്കീർണമായൊരു പ്രവർത്തനമാണ്. ഈ ഇംപ്ലാന്റേഷൻ എന്ന പ്രവർത്തനത്തിൽ പലപ്പോഴും ഡോക്ടർമാർക്ക് അത് പൂർണ്ണമായിട്ട് പ്രവചിക്കുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് IVF-ൽ നമ്മൾ ടെസ്റ്റ് ബേബി ചികിത്സ ചെയ്യുമ്പോൾ ആരോഗ്യമുള്ള ഭ്രൂണമാണ് എന്ന് നമ്മൾ രോഗിയോട് പറഞ്ഞാലും ചിലപ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടാത്തത്.